കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിന് വന്ദനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 18-19 വാക്യങ്ങൾ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ന്യായവിധി എന്നൊരു വിഷയം. ന്യായവിധി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന നോർമൽ തോട്ട് എന്താണ്? മരണശേഷം ദൈവം ന്യായം വിധിക്കും, ദുഷ്ടന്മാരെ എല്ലാവരെയും തീയിലിട്ട് കളയും, നരകത്തിട്ട് കളയും, നല്ലവരെ എല്ലാവരെയും സ്വർഗത്തിലോട്ട് കൊണ്ടുപോകും. പക്ഷെ ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്ന ഡെഫിനിഷൻ ശ്രദ്ധിച്ചോ. ന്യായവിധി എന്ന് പറയുന്നത് വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യൻ്റെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ. ആരോടാ ഈ ഭാഗം പറയുന്ന, അല്ലെങ്കിൽ ആരോട് സംസാരിച്ചപ്പോഴാണ് ഈ വിഷയങ്ങൾ ഉരുവായത്? നിക്കോദോമോസ് എന്ന് പറയുന്ന പരീശന്മാരുടെ പ്രമാണിയായ ശാസ്ത്രിയായ അധ്യാപകനായ മനുഷ്യനോട് യേശു കർത്താവ് ഉപദേശിച്ചതിന് ശേഷം പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുകയാണിത്. ന്യായപ്രമാണത്താൽ മനുഷ്യന് വന്ന ഒരു വിഷയമാണ് പ്രവൃത്തിയിൽ ആശ്രയിക്കുക. ഞാൻ എന്തെങ്കിലും ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നൊരു ചിന്ത ഇവൻ്റെ ഉള്ളിൽ വന്നു. ഏദൻ തോട്ടത്തിൽ പാപം ചെയ്തതിന് ശേഷം അവിടെ അത്തിയിലകൾ കൊണ്ട് അവരുടെ നഗ്നത പുരുഷനും സ്ത്രീയും മറച്ചെന്നാണ്. തൻ്റെ അകത്തുള്ള ശൂന്യത മറയ്ക്കാൻ പ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ. പക്ഷെ ദൈവം വന്നിട്ട് ഒരു മൃഗത്തിൻ്റെ തോല് കണ്ട് ആരോപിച്ചു. അപ്പോൾ ആദ്യത്തത് അത്തിയില പ്രമാണത്തിൻ്റെ നിഴലും, രണ്ടാമത്തത് ദൈവം തരുന്ന നീതിയും. അതായിരുന്നു റോമാലേഖനം 8:1 നമ്മൾ കാണുന്നു. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് നമ്മളെ ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. അപ്പോൾ പുതിയ നിയമം പുതിയൊരു ജീവിതമാണ്. ആ പുതിയ ജീവിതം നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമ്മൾ സറണ്ടർ ചെയ്യണം നമ്മുടെ പ്രവൃത്തികളെ. ബാബേൽ ഉണ്ടാക്കാൻ നേരം നമുക്ക് തന്നെ തോന്നും, ദൈവം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അവരെന്തിനാണ് ചിതറിച്ച് കളഞ്ഞത്? അവരെല്ലാവരും ഒന്നിച്ച് കൂടി ഒരു കാര്യം ചെയ്തതല്ലേ? അപ്പം ഐക്യം നല്ല കാര്യമല്ലേ? ഐക്യം നല്ലതായിരുന്നെങ്കിൽ അവരുടെ മോട്ടീവ് മോശമായിരുന്നു. ഒന്നാമത്തെ കാര്യം, മനുഷ്യന് ദൈവം ഈ സാഹചര്യങ്ങളെ വാഴാനും മാസ്റ്ററായിട്ടാണ് അവനെ നിയമിച്ചത്. മാസ്റ്ററാകാൻ വിളിക്കപ്പെട്ടവൻ സാഹചര്യങ്ങളുടെ അടിമയാവും. കർത്താവിന് സഹിക്കില്ല. ഈ ജോലിയിൽ മാസ്റ്ററാകുക, സർവൻ്റാകുക ആ അർത്ഥത്തിലല്ല, ആത്മമണ്ഡലത്തിൽ. ഇവനൊരു സ്ലേവ് ആകാൻ പാടില്ല, ഇവൻ അടിമത്തത്തിൻ്റെക്ക് പോകാൻ പാടില്ല. 2, ഇവനാണ് എല്ലാത്തിനും പേരിടേണ്ടവൻ. സകല ജീവജാലങ്ങൾക്കും പേരിട്ടത് ഇവനാണ്. അവനിപ്പോൾ പേരന്വേഷിച്ച് പോകുക എന്ന് പറയുമ്പോൾ തന്നെ ഇവനെന്തോ തകരാറ് പറ്റിയെന്നല്ലേ? ഉടമസ്ഥനായ നീ നിൻ്റെ കമ്പനി തന്നെ ജോലി ചെയ്ത് ശമ്പളം മേടിക്കാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് സങ്കീർത്തനം 45 പറയുന്നു, നീ നീതിയെ ഇഷ്ടപ്പെട്ടു, ദുഷ്ടതയെ ദേഷിക്കുന്നു. അതുകൊണ്ട് നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരപരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വാഗ്ദത്ത വചനമായിരുന്നു ആനന്ദതൈലം കൊണ്ടുള്ള അഭിഷേകം. ആർക്കാ വേണ്ടാത്തത്? കൂട്ടുകാരിൽ പരമായി അതാർക്കാ വേണ്ടാത്തത്? ദാവീദിനെ പോലെ സഹോദരങ്ങളുടെ നടുവിൽ വെച്ച് ഒരഭിഷേകം. ഹല്ലേലൂയ. എല്ലാവരും തോറ്റെടുത്ത്, എല്ലാവരും പരാജയപ്പെട്ടെടുത്ത്, അവർക്കെല്ലാം അവസരം കൊടുത്ത്, അവരെ കൊണ്ട് കഴിയാത്തിടത്ത് നമ്മളങ്ങ് വിളിച്ച് നിർത്തിയിട്ട് കർത്താവിൻ്റെ അഭിഷേകത്താൽ നമ്മളിലൂടെ കാര്യങ്ങൾ ചെയ്യാൻ കർത്താവിന് താല്പര്യമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ട്. യേശുവിൻ്റെ പരീക്ഷയിൽ അങ്ങനെയല്ലേ? കല്ലിനോടൊപ്പമാകാനാണ് പറയുന്നത്. കർത്താവിന് ഇത്ര പാടുപെടുന്നതിനാ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, വചനം കൊണ്ടും ജീവിക്കുന്നു. അത് യോഹന്നാൻ 14 ആയപ്പോൾ കർത്താവ് കൺഫേം ചെയ്യുകയാണ്. പിടിക്കപ്പെടുന്നതിന് കുറച്ച് മണിക്കൂറുകൾ മുമ്പ് തൻ്റെ ശിഷ്യന്മാർക്കൊരു മർമ്മമായിട്ട് ഈ വചനം കൊടുക്കുകയാണ്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ആ പ്രവൃത്തി എന്നുള്ള വാക്ക് ശ്രദ്ധിക്കണം. പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിൽ വന്ന് എന്നെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. എന്താണ് ഈ പ്രവൃത്തി? വചനത്തിൻ്റെ പ്രവൃത്തി എന്താണ്? പ്രവൃത്തി ഇല്ലായ്മയാണ് വചനത്തിൻ്റെ പ്രവൃത്തി. പ്രവൃത്തിയെ ഇല്ലാതാക്കുകയാണ് വചനത്തിൻ്റെ പ്രവൃത്തി. 1000 പേര് അധ്വാനിക്കുന്ന ഒരു പണി, അല്ലെങ്കിൽ 10,000 പേര് ചെയ്യുന്ന പണി
3 മെഷീൻ കൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് ചെയ്യും. ഇതുപോലെ ഒരു സിസ്റ്റം സ്വർഗത്തിൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഒരു കാര്യം കർത്താവിനുണ്ട്. ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ഒരുത്തൻ ആത്മാവിൽ കാര്യങ്ങളെ ചെയ്താൽ കാര്യങ്ങൾ എളുപ്പമാകും. അത് കുടുംബത്തിൻ്റെ പണിയായാലും സഭയുടെ പണിയായാലും സമൂഹത്തിൻ്റെ പണിയായാലും കർത്താവിന് താല്പര്യമുണ്ട് വചനത്തിലൂടെ ഇടപെടാൻ. അവിടെ ഭാരം നീങ്ങിപ്പോവുക. നോക്കിക്കേ, മിസ്രയീമിലെ മുഖമെന്ന് പറയുന്നത് എന്താണ്? മിസ്രയീമിൻ്റെ നിന്നയെന്ന് പറഞ്ഞാൽ എന്താണ്? അത് അധ്വാനത്തിൻ്റെ നിന്നയല്ലേ? ഇവരെ കൊണ്ട്, യോസഫിൻ്റെ മക്കളെ കൊണ്ട് അവന്മാർ പട്ടണം പണിയിച്ചു. അടിമവേല ഹേതുവായിട്ട് ഇവർ നിലവിളിച്ചു. ആ നിലവിളിയാണ് കേട്ടത്. ആ നിലവിളി കേട്ടാണ് ദൈവം ഇറങ്ങി വന്നത്. അതിൽ നിന്നാണ് വിടുവിച്ചത്. വീണ്ടും ആ നുകവെടുത്ത് തലയെ വെക്കരുത്. ന്യായവിധി എന്ന് പറയുന്നത് അതാണ്. ഹല്ലേലൂയ. വചനത്തിന് നമുക്ക് കീഴടങ്ങാം. ആരെന്ത് പറയുന്നു എന്നുള്ളതല്ല, ദൈവം എന്ത് പറയുന്നു. ഈ തലമുറയിൽ, ഈ അന്ത്യകാലത്ത് കർത്താവിന് താല്പര്യമുണ്ട്. ആരെങ്കിലും ഇതൊന്ന് കേൾക്കാൻ, ഇതിന് ചെവി കൊടുക്കാൻ, അങ്ങനെ അടിമത്തത്തിൽ കിടക്കുന്നവരെ ഒന്ന് സ്വതന്ത്രരാക്കാൻ ഉണ്ടെങ്കിൽ അവന് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. സുവിശേഷം പ്രസംഗിച്ചെടുത്തെല്ലാം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും കർത്താവ് വചനത്തെ ഉറപ്പിച്ചു പോന്നു. അത് നിസ്സാര കാര്യമാണോ? അല്ല, വലിയ കാര്യമാണ്. ഇനിയും അത്ഭുതങ്ങൾ നടക്കട്ടെ, അടയാളങ്ങളുണ്ടാകട്ടെ, ജനം ഫ്രീ ആകട്ടെ, ജനം ഉല്ലസിക്കട്ടെ. കർത്താവിന് തങ്ങളുടെ രക്ഷയായ സൃഷ്ടാവായ പാറയിലേക്ക് ജനങ്ങൾ മടങ്ങി വരട്ടെ. കൂട്ടത്തോടെ അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.